വെൽക്കം ടു ലേൺ വിത്ത് റീനാമിസ്. നമ്മളിന്ന് പോളിഗണിന്റെ 3rd ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. അൺചേഞ്ചിങ് സം എന്നുള്ള കഴിഞ്ഞ ദിവസം മിസ് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ആണ് ഇത്. ഇതിൽ അൺചേഞ്ചിങ് സം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പോളിഗൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പോളിഗൺസിന്റെ ഔട്ടർ ആംഗിൾ ആണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിളിന്റെ സമ്മിനെ കുറിച്ചിട്ടാണ്. മിസ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നോക്കൂ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസ് മിസ് ഇവിടെ ഒരു ആംഗിള്, ഈ ലൈൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒരു ആംഗിള്, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ആംഗിള്, ഇവിടെ നിന്ന് ഇവിടെ. അങ്ങനെ 3 ഔട്ടർ ആംഗിൾസ് വരച്ചു എന്ന് വിചാരിച്ചോളൂ. ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്, ഇത് മറ്റൊരു ഔട്ടർ ആംഗിൾ ആണ്, ഇത് വേറൊരു ഔട്ടർ ആംഗിൾ ആണ് അല്ലേ. എ ബി സി എന്ന് പേര് കൊടുത്തു, വെറുതെ കൊടുത്താണ് കേട്ടോ. നിങ്ങൾക്കറിയാം ഈ ഔട്ടർ ആംഗിൾസും ഔട്ടർ ആംഗിൾ പ്ലസ് ഇന്നർ ആംഗിൾ എത്രയായിരിക്കും വരിക? 180. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, ലീനിയർ പെയറാണ്. ഓരോ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളൂടെ ചേരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓരോ ലീനിയർ പെയറാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ട്രയാങ്കിളിൽ എത്ര ലീനിയർ പെയർസ് ഉണ്ടായിരിക്കും? നോക്കൂ, ഇവിടെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ലീനിയർ പെയർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സെക്കൻഡ് ലീനിയർ പെയർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തേർഡ് ലീനിയർ പെയർ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ 3 ലീനിയർ പെയർ ഉണ്ട്, റൈറ്റ്? നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്നറിയോ? ഓരോ പോളിഗൺസിന്റെയും ഔട്ടർ ആംഗിളിന്റെ സം എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഇന്നർ ആംഗിളിന്റെ സം കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. n-2 × 180 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. ഇതേപോലെ ഔട്ടർ ആംഗിളിന്റെ സം കാണാൻ നമ്മളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഔട്ടർ ആംഗിളിന്റെ സം എന്താവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ലീനിയർ പെയർ കിട്ടും. അങ്ങനെ ഈ ട്രയാങ്കിളിൽ ഇപ്പോൾ 3 ലീനിയർ പെയർസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ 3 × 180 എന്താണത്? എന്താ എഴുതിയത്? ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ഞാൻ എഴുതിയത്. അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടിൻ്റെയും കൂടെ സം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണെന്ന് വിചാരിക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എത്രയായിരിക്കും? ട്രയാങ്കിളിന്റെ സം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 180 ഡിഗ്രി ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈ രണ്ട് ആംഗിളും കൂടെ ചേർത്തിട്ടുള്ള സം കിട്ടിയാൽ അതിൽ നിന്നും 180 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിളിന്റെ സം കിട്ടുമല്ലോ. ഓരോ ഔട്ടർ ആംഗിൾ എത്രയും നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ ഔട്ടർ ആംഗിളിന്റെ സം കിട്ടും, റൈറ്റ്? അപ്പൊ 3 × 180 എത്രയാണ്? 3 × 180 എന്ന് പറഞ്ഞാൽ 540 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് 2 3 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദാറ്റ് മീൻസ് ഓരോ ലീനിയർ പെയർ, അതായത് 3 ലീനിയർ പെയർ ഉണ്ട്. ഈ 3 ലീനിയർ, അതായത് 6 ആംഗിൾസ്, ഇവിടെ 2 ആംഗിൾ, ഇവിടെ 2 ആംഗിൾ, ഇവിടെ 2 ആംഗിൾ. ഇതിൽ നിന്നും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 540യിൽ നിന്നും നിങ്ങൾ എന്താ മൈനസ് ചെയ്യേണ്ടത്? ഈ ഉള്ളിലുള്ള, അതായത് ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, അത് എത്രയാണ്? 180 ആണ്. ഇവിടെ ഞാൻ ഇതിന് എ ബി സി എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചുള്ളത്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 540 എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതാണ്? എ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ബി, എ പ്ലസ് എക്സ് ഇത്, റൈറ്റ്? ഇത് 180. വൈ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇതും 180 ആണ്, ലീനിയർ പെയർ അല്ലേ? പ്ലസ് സി പ്ലസ് സെഡ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള 540. ഇതിൽ എ എത്രയാണ്? എ അല്ല, എക്സ് വൈ സെഡ് അല്ലെ? എക്സ് വൈ സെഡ്, ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 180 ആണ്. പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി, എക്സും വൈയും സെഡും കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 540. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 540യിൽ നിന്നും 180 മൈനസ് ചെയ്യണം. 540 മൈനസ് 180 നിങ്ങൾക്ക് എത്ര കിട്ടാന്നറിയോ? 360 കിട്ടും. അതായത് എ പ്ലസ് ബി പ്ലസ് സി
ഒരു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിളിന്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. മനസ്സിലായോ? ഇതേപോലെ നമ്മൾക്ക് 2-3 നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ഞാനൊരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. റെക്റ്റാങ്കിൾ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? റെക്റ്റാങ്കിൾ ഹാവ് 4 സൈഡ്സ്. 4 സൈഡ്സ് ഉണ്ടെങ്കിൽ എത്ര ലീനിയർ പെയർ ഉണ്ടാവും? 4 ലീനിയർ പെയർസ് ഉണ്ടാവും. റൈറ്റ്? നോക്കൂ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇനി റെക്റ്റാങ്കിൾ ഇവിടൊന്ന്, 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 ഇവിടൊന്ന്. ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്, ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്, ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്, ഇതൊരു ഔട്ടർ ആംഗിൾ. റൈറ്റ്? ഈ ഔട്ടർ ആംഗിളിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം, ഈ ഔട്ടർ ആംഗിൾ ഈ ഇന്നർ ആംഗിളോട് ചേർന്നാൽ നമുക്കൊരു ലീനിയർ പെയർ കിട്ടും. ഇവിടെ എത്ര ലീനിയർ പെയർസ് ഉണ്ട്? ഇവിടെ 4 ലീനിയർ പെയർസ്. 3 സൈഡ് ആണെങ്കിൽ 3 ലീനിയർ പെയർ, 4 സൈഡ് ആണെങ്കിൽ 4 ലീനിയർ പെയർ. അപ്പോൾ 4 × 180 എത്ര കിട്ടും? 720 കിട്ടും അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് 720. ഇതിൽ നിന്നും ഈ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ സം എത്രയാണ്? n-2 × 180 കൊടുത്തവർക്ക് ചെയ്യാൻ അറിയാം. എന്നിന് എത്ര കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. സോറി, 4 എന്ന് കൊടുക്കുക. 4 - 2 × 180, 2 × 180 നമുക്ക് എത്ര കിട്ടും? 360 എന്ന് കിട്ടും. 360 എന്ന് പറഞ്ഞാൽ ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിൾ, ഈ 4 കൂടെ ചേർന്ന സമ്മാണ് 360. ഈ 360 ഈ 720യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് നമുക്ക് 360 തന്നെയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ആംഗിൾ ഇതല്ലേ, കണ്ടില്ലേ? മിസ് വരച്ച് വേറെ വെച്ച് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ്, നോക്കൂ. ഇതാ ഇത് ഈ ഔട്ടർ, ഈ ഔട്ടർ, ഈ ഔട്ടർ, ഈ ഔട്ടർ, ഈ 4 കൂടെ ചേരുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 360 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാര്യം? ഇവിടെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഒരു ട്രയാങ്കിൾ ആണെങ്കിലും ഔട്ടർ ആംഗിളിന്റെ സം 360 ആണ്. ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ആണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു പെന്റഗൺ കൂടെ ചെയ്തു നോക്കാം. ശരിയാണോ നോക്കാമല്ലോ? എല്ലാത്തിനും 360 ആണോ വരുന്നത് നമുക്ക് നോക്കാം അല്ലേ? പെന്റഗൺ മിസ് വരയ്ക്കാം. 1 2 3 4 5. ഒരു ഔട്ടർ ആംഗിൾ, 2 ഔട്ടർ ആംഗിൾ, 3 4 5 ഔട്ടർ ആംഗിൾസ്. 5 ഔട്ടർ ആംഗിൾസ് ആണെങ്കിൽ 1 2 3 4 5 ലീനിയർ പെയർസ് അല്ലേ? അപ്പോൾ 5 ലീനിയർ പെയർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 × 180. 5 × 180 എത്രയാണ് വരിക? 5 × 180 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 900 എന്ന് കിട്ടും. റൈറ്റ്? ഇനി പെന്റഗണിന്റെ ആംഗിൾ സം എത്രയാണ്? ആംഗിൾ സം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നിങ്ങൾക്ക് അറിയോ? പെന്റഗണിന്റെ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ ഈ ആംഗിള്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എത്ര നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? n-2 × 180. അതാണ് നമ്മുടെ ഇന്റീരിയർ ആംഗിൾ സം കാണാനുള്ള ഇക്വേഷൻ. പെന്നിന് 5 എന്ന് കൊടുക്കുക. 5 - 2 × 180. Then 3 × 180. 3 × 180 എത്രയാണ്? ഇറ്റ് ഈസ് 540. അപ്പൊ ഇതിന്റെ സം എന്ന് പറയുന്നത് 540 ആണ്. റൈറ്റ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 900 - 540. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് ആൻസർ കിട്ടുക? 360 തന്നെയാണ് കിട്ടുക. ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിളിന്റെ സം 360 ആണ്. ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിളിന്റെ സം 360 ആണ്. പെന്റഗണിന്റെ ഔട്ടർ ആംഗിളിന്റെ സമ്മും 360 ആണ്. ഇനി നോക്കൂ, നമുക്കൊരു n സൈഡഡ് പോളിഗൺ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് അറിയില്ല. പോളിഗൺ എന്ന് പറയുന്നത് n സൈഡഡ് പോളിഗൺ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ n സൈഡഡ് പോളിഗൺ ആണ്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? 5 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 5 × 180 ചെയ്തു. അപ്പൊ n സൈഡഡ് പോളിഗൺ ആണെങ്കിൽ എത്ര ലീനിയർ പെയർസ് ഉണ്ടാവും? n ലീനിയർ പെയർസ് ഉണ്ടാവും അല്ലേ? ട്രയാങ്കിൾ ആയിരുന്നപ്പോൾ 3 ലീനിയർ പെയർസ്, ക്വാഡ്രിലാറ്ററൽ ആയിരുന്നപ്പോൾ 4 ലീനിയർ പെയർസ്, പെന്റഗൺ ആയിരുന്നപ്പോൾ 5 ലീനിയർ പെയർസ്. n സൈഡഡ് പോളിഗൺ ആണ്, നമുക്ക് അറിയില്ല. അപ്പോൾ n നമ്പർ ഓഫ് ലീനിയർ പെയർസ് ഉണ്ടാവും. n × 180, 3 ലീനിയർ പെയർസ് ഉണ്ടാവും. ആ ലീനിയർ പെയറിന്റെ സമ്മിൽ നിന്നും നമ്മൾ എന്താ മൈനസ് ചെയ്യാൻ പോകുന്നത്? നമ്മളെ ലീനിയർ പെയർസ് n ലീനിയർ പെയർസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എത്ര സൈഡ് ഉണ്ടോ അത്രയും ലീനിയർ പെയർസ് ഉണ്ടാവും. അതിൽ നിന്നും നമ്മൾ എന്താ മൈനസ് ചെയ്തത്? ഇന്റീരിയർ ആംഗിളിന്റെ സം മൈനസ് ചെയ്തു. ഇന്റീരിയർ ആംഗിളിന്റെ സം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് n-2 × 180. ഇതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം?
n ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ എത്ര ലീനിയർ പെയർസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമ്മൾ ഇന്റീരിയർ ആംഗിൾ n-2 ഇൻറ്റു 180 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിളിന്റെ സം കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിളിന്റെ ഔട്ടർ ആംഗിളിന്റെയും കൂടെ സമ്മാണത് അല്ലേ? മനസ്സിലായില്ലേ? ലീനിയർ എത്ര ലീനിയർ പെയർ ഉണ്ട് എന്നുള്ളത്. ഇതെന്താണ്? -2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇന്നർ ആംഗിളിന്റെ സമ്മാണ്. അപ്പൊ ടോട്ടൽ സമ്മിൽ നിന്നും ഇന്നർ ആംഗിളിന്റെ സം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ആംഗിളിന്റെ സം കിട്ടും. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. n ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 180n മൈനസ്, ഇവിടെ നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ ചെറുതായിട്ട് ശ്രദ്ധിക്കണം, ഇത് ഒറ്റ ഒന്നാണ്. അപ്പോൾ -n180, അതായത് ഈ മൈനസ് കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം, ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണ്ടി മിസ്റ്റർ കാര്യം ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ചെയ്യാം. ഇത് ബ്രാക്കറ്റ് പുറത്ത് കിടക്കണ 180 അല്ലേ? അപ്പോൾ ഈ 180 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 180 ഞാൻ മുന്നിലേക്ക് എഴുതി. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുന്നിലോട്ട് എഴുതി. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവുമെങ്കിൽ ഇത് ശ്രദ്ധിച്ചോളാം, ഇത് മനസ്സിലാവും. ഇത് ഞാൻ മുന്നിലേക്ക് എഴുതി. മുന്നിലേക്ക് ഇത് 180 ഇൻറ്റു n 180n. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കരുത് കേട്ടോ. ബ്രാക്കറ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മാത്സിൽ. മൈനസ് 180 ഇൻറ്റു 2 എത്ര വരിക? 360. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കണം. ബ്രാക്കറ്റ് ഒഴിവാക്കണമെങ്കിൽ ഈ മൈനസ് സൈന് കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -1 ആണെന്ന് വിചാരിച്ചു നിങ്ങളുടെ ഉള്ളത്. 180n മൈനസ് ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ -180. ഇവിടെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മൈനസ് ഇൻറ്റു മൈനസ് എന്താ വരിക എന്നറിയാം? പ്ലസ് സൈൻ മാറും. പ്ലസ് 360. 180n മൈനസ് 180n എന്താവും? 0 അല്ലേ? 180 180n പോയി. ബാക്കി എന്താ ഉള്ളത്? 360. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെങ്കിലും അതിലെ ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 360. സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഓൾവേസ് 360. ഒരു ചേഞ്ചും വരില്ല. റൈറ്റ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. All angles in an 18-sided polygon are equal. ഒരു 18-sided polygon ഉണ്ട്. ഈ 18-sided polygonലെ all angles are equal. How much is each outer angle? അപ്പോൾ ഓരോ ഔട്ടർ ആംഗിളും എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 18-sided polygon ആണെങ്കിൽ അതിന് എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും? ഔട്ടർ ആംഗിൾ is equal to number of outer angles. എത്ര ഉണ്ടാവും? 18-sided പോളിഗണിന് 18 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ 18 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. ഇന്നർ ആംഗിൾ 18, ഔട്ടർ ആംഗിൾ 18. സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്കറിയാം. എത്ര നമ്മളിപ്പോൾ പഠിച്ചു. സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? എത്ര സൈഡുള്ള പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് 360. അപ്പോൾ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ കാണാൻ, അതായത് ഈ 360 എന്ന് പറഞ്ഞത് എത്ര ഔട്ടർ ആംഗിളിന്റെയാണ്? 18 ഔട്ടർ ആംഗിളിന്റെ സം ആണ് 360 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഈസ് നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ. നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ നമുക്ക് അറിയാലോ, 1 ഔട്ടർ ആംഗിൾ. 18 ഔട്ടർ ആംഗിളിന്റെ സം ആണ് 360 അല്ലെ? സം ഓഫ് 18 ഔട്ടർ ആംഗിൾസ് ആണ് 360. അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 360/18 ചെയ്താൽ പോരെ? എത്ര കിട്ടും നമുക്ക് ആൻസർ? 20. വളരെ സിമ്പിളാണ്. റൈറ്റ്? അപ്പം ഓരോ ഔട്ടർ ആംഗിൾ നോക്കൂ, 20 × 18 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 360 കിട്ടും. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 ഔട്ടർ ആംഗിൾ is equal to 360 by number of sides അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ്. എന്തുകൊണ്ടുതന്നെ എത്ര സൈഡ് ഉണ്ടോ അത്ര ആംഗിൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? വളരെ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The sides PQ and RS of the quadrilateral shown below are parallel. PQ ഉണ്ട്, RS ഉണ്ട്. എന്താണ്? PQ is parallel to RS.
കമ്പയർഡ് ഓൾ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ദിസ് സൈഡ് ഈസ് പാരലൽ ടു ദിസ് സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ആകെ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് ബാക്കി 2 ആംഗിൾസ് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഈ 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ. ഈ 2 ആംഗിൾ നമ്മൾ എന്താ പറയാ, നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് പറയാ. റൈറ്റ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് നമ്മൾ അതിനെ പറയാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മിസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദിസ് ഇസ് ഓൾസോ 50 ഡിഗ്രി ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് 50 ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ അറിയാം. ലീനിയർ പെയർ ആണ് 130 ഡിഗ്രി. റൈറ്റ്, എങ്ങനെ കിട്ടുക? 180 minus 50, it is 130 degree. And ഇത് 110 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 minus 110, it is 70 degree. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആണെങ്കിൽ ഇത് 130 degree because they are linear pairs. ഇത് നിങ്ങൾക്കറിയാം, ക്വാഡ്രിലാറ്ററൽ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ആണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? 360 ആണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 360 ആണെന്ന് അറിയില്ലെങ്കിൽ ആംഗിൾ സം കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. n-2 into 180. എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 സൈഡ്സ്. 4 minus 2 into 180. 2 into 180 it's equal to 360. അറിയില്ല എന്ന് പറയരുത്. 4 സൈഡിലുള്ള 360 ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. 360 ആണ്. നമുക്ക് ഈ ആംഗിൾ അറിയില്ലല്ലോ. ഈ ആംഗിൾ അറിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 360 മൈനസ് ബാക്കി ആംഗിൾസ് 50 പ്ലസ് 130 പ്ലസ് 110. എത്രയാണ്? 130 പ്ലസ് 110 is 240. 240 പ്ലസ് 50 is 290 അല്ലേ. 290. 360 മൈനസ് 290 എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 70 ഡിഗ്രി. എളുപ്പമാണ് അല്ലേ? 70 ഡിഗ്രി വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 70 കിട്ടി. ഇത് 70 ഡിഗ്രി ആണല്ലോ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 110 ഡിഗ്രി. ഇനി ഒന്നുമില്ല, നമുക്ക് വേറൊരു വഴിയിൽ കൂടിയും കാണാൻ നോക്കൂ. ഇത് രണ്ടും പാരലൽ ആണ്. ഇതിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഓർമ്മ ഉണ്ടാവും നമുക്ക് പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം കേട്ടോ. എളുപ്പമാണ്, ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അറിയില്ല, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആണ് മിസ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രൂഫാണ്. അപ്പോൾ അതും കൂടെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ മിസ് അതും ഈ 3 ക്വസ്റ്റ്യനും കൂടെ ഇതിൽ തന്നെ ഉണ്ട്. അത് 3 കൂടെ ചേർത്തിട്ട് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് എനിക്ക് സന്തോഷമാണ് നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ. എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ, എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികളായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നു എന്ന് അറിയാം മിസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് മിസ് ഞാൻ പഠിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു മുടക്കും വരുത്തരുത് പഠിത്തത്തിൽ. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിസ് ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഓൺലൈൻ ട്യൂഷൻ നടത്തുന്ന കാര്യം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഓൺലൈൻ ട്യൂഷൻ ഉള്ളത്. മാസം 300 രൂപയാണ്. ഒരു സബ്ജക്റ്റിനല്ല, 3 സബ്ജക്റ്റിനും കൂടി 300 രൂപയാണ് ഫീസ്. അപ്പം അതുകൊണ്ട് വളരെ മിസ് ഫീസിന് വേണ്ടി നടത്തുന്നൊന്നുമല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാത്ത കുട്ടികൾക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വിളിക്കാം. ഇതിനു വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ജെന്യൂൻ ആവണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ തൽക്കാലം മിസ് നിർത്തുകയാണ്. ബൈ.